തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ മന്ത്രി കെ രാജന്റെ മൊഴി. പൂര ദിവസം രാവിലെ മുതൽ MR അജിത് കുമാർ തൃശൂരിൽ ഉണ്ടായിരുന്നു. എന്നാൽ പൂരം തടസ്സപ്പെട്ട സമയത്ത് ADGPയെ പലതവണ തുടരെ വിളിച്ചിട്ടും കിട്ടിയില്ല. തെക്കോട്ടിറക്ക സമയത്ത് പോലീസിന്റെ ഭാഗത്തുനിന്ന് മോശം ഇടപെടലുണ്ടായെന്ന് മന്ത്രി കെ രാജൻ മൊഴി നൽകി. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ സുനിൽകുമാറും കെ രാജനും ഒക്കെ പ്രതികരിച്ചിട്ടുള്ളതാണ്. അവർ ADGPയുടെ ചില സംശയകരമായ ഇടപെടലിനെതിരെ അന്നൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ്. കൃത്യമായി അവർക്കറിയാവുന്ന കാര്യങ്ങൾ, അവർക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അവർ മൊഴിയായി നൽകിയിരിക്കുന്നു. വിവരങ്ങൾ. അനുജ, MR അജിത് കുമാറിന്റെ തലയ്ക്ക് മുകളിൽ ഒരു വാളായിട്ട് അവശേഷിച്ചിരുന്നതായി തൃശൂർ പൂരം അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു, അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. എന്നാൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ മന്ത്രി കെ രാജൻ DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. അതിൽ പറയുന്ന മൊഴിയിലെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. പൂര ദിവസം രാവിലെ മുതൽ അജിത് കുമാർ തൃശ്ശൂരിലുണ്ടായിരുന്നു. പലതവണ ഫോണിൽ നേരിട്ട് സംസാരിച്ചു. തെക്കോട്ടിറക്ക സമയത്ത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് മോശം ഇടപെടലുണ്ടായി. പിന്നീട് അജിത് കുമാറിനെ കണ്ടപ്പോൾ രാത്രി എഴുന്നള്ളിപ്പ് സമയത്ത് പ്രശ്നസാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും അത് പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തുന്ന നിർദ്ദേശവും നൽകി. എന്നാൽ ചുമതലയുണ്ടായിരുന്ന ADGP ആയിട്ടും ചെയ്തില്ല. പൂരം തടസ്സപ്പെട്ട സമയത്ത് പലതവണ തുടരെ വിളിച്ചിട്ടും കിട്ടിയില്ല. ഔദ്യോഗിക നമ്പറിന് പുറമെ പേഴ്സണൽ നമ്പറിൽ വിളിച്ചപ്പോഴും എടുത്തില്ലെന്നും മന്ത്രിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഈ പൂരം നടത്തിപ്പിൽ അല്ലെങ്കിൽ അലങ്കോലപ്പെടുത്തതിൽ ADGPക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളതായിരുന്നു DGPയുടെ ആദ്യ റിപ്പോർട്ട്. അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ മന്ത്രി നൽകിയിരിക്കുന്ന മൊഴിയും. ഏതായാലും മന്ത്രിയുടെ മൊഴി, അതിലെ കുറ്റപ്പെടുത്തലടക്കമുള്ള കാര്യങ്ങൾ അജിത് കുമാറിന് പറയാനുള്ളത് എന്ത് എന്നുള്ള കാര്യം കേൾക്കാൻ അടുത്തയാഴ്ച തന്നെ അദ്ദേഹത്തിന് നോട്ടീസ് നൽകി DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അദ്ദേഹത്തെ വിളിപ്പിച്ച് മൊഴി രേഖപ്പെടുത്തും എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ തവണ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ മന്ത്രി കെ രാജൻ മൊഴി നൽകിയിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ MR അജിത് കുമാർ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഒരു ആവശ്യം വന്ന സമയത്ത് വിളിക്കുമ്പോൾ അദ്ദേഹം ഫോൺ എടുക്കുകയോ ഇടപെടുകയോ ചെയ്തിട്ടില്ല എന്നതുൾപ്പെടെ അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട്.